ആയിരത്തിലേറെ കുടുംബങ്ങളുടെ കുലദേവത കുടികൊള്ളുന്ന ക്ഷേത്രം, ആദിപരാശക്തിയായ ശ്രീദുർഗയുടെ പുണ്യപാവനഭൂമി പേരണ്ടൂർ ഭഗവതി ക്ഷേത്രം. പേരണ്ടൂർ ഭഗവതിയുടെ അനുഗ്രഹവും തേടിയാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. കാർത്യായനി രൂപത്തിലാണ് ഇവിടെ ദേവിയെ ആരാധിക്കുന്നത്. 8 വയസ്സുള്ള കുട്ടിയുടെ ഭാവമാണ് ഇവിടെ അമ്മയ്ക്ക്. പെരണ്ടു വീണു എന്നൊരു പദപ്രയോഗമുണ്ട്. അതായത് അപ്രതീക്ഷിതമായി താഴെ വീണു, അല്ലെങ്കിൽ പെട്ടെന്ന് താഴെ വീണു എന്നർത്ഥം. ദേവിയുടെ വിഗ്രഹം പെരണ്ട് വീണതുകൊണ്ടാണ് പേരണ്ടൂരായത് എന്നാണ് ഐതിഹ്യം. ഇതിന് പിന്നിലൊരു ചരിത്രവുമുണ്ട്. തൃക്കുന്നപ്പുഴ ശാസ്താ ക്ഷേത്രത്തിൽ ഇടപ്പള്ളി വലിയ രാജാവ് ഉത്സവ നടത്തിപ്പിനായി എത്തിച്ചേർന്നു. രാത്രി ഉറങ്ങാൻ കിടന്ന രാജാവിന് ദേവിയുടെ സ്വപ്നദർശനമുണ്ടായി. ഇടപ്പള്ളി കോവിലകത്തുള്ള ശ്രീഗണപതി കുടികൊള്ളുന്ന കരയിലേക്ക് വരുവാൻ ദേവി ആഗ്രഹിക്കുന്നു. അതിനാൽ തൃക്കുന്നപ്പുഴയിൽ നിന്നും ദേവിയെ കൂട്ടിക്കൊണ്ടു പോരണമെന്നതായിരുന്നു സ്വപ്നദർശനം. ഉറക്കമുണർന്ന തമ്പുരാൻ സ്വപ്നദർശനത്തെപ്പറ്റി ചിന്തിക്കുകയും പ്രശ്നം വപ്പിച്ചു നോക്കുകയും ചെയ്തു. പ്രശ്നത്തിൽ ഇടപ്പള്ളിയിൽ കുടികൊള്ളുവാൻ ഭഗവതി ഇഷ്ടപ്പെടുന്നതായി കണ്ടു. തൻ്റെ മടക്കയാത്രയിൽ ഭഗവതി വിഗ്രഹവുമായി ഇന്നത്തെ ക്ഷേത്രത്തിന് പടിഞ്ഞാറു ഭാഗത്തുള്ള കടത്തുകടവിൽ വന്നിറങ്ങി. സ്വരൂപത്തിലേക്കുള്ള യാത്രാമധ്യേ വിഗ്രഹം കയ്യിൽ നിന്ന് പെരണ്ട് താഴെ വീണു. ദുഃഖിതനായ തമ്പുരാൻ പ്രശ്നം വെപ്പിച്ചു നോക്കി. ഇവിടെ കുടിയിരിക്കാനാണ് ഭഗവതി ഇഷ്ടപ്പെടുന്നത് എന്നറിഞ്ഞതുകൊണ്ട് വിഗ്രഹം വീണ സ്ഥലത്തു തന്നെ ക്ഷേത്രം പണി കഴിപ്പിക്കുകയും ഭഗവതിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. വിഗ്രഹം പെരണ്ട് വീണ സ്ഥലമായതിനാൽ പെരണ്ട് വീണ ഊർ എന്നർത്ഥം വരുന്ന പേരണ്ടൂർ എന്ന സ്ഥലപ്പേരുണ്ടായി എന്നാണ് ഐതിഹ്യം. ഭാർഗവരാമനാൽ സ്ഥാപിതമായ ക്ഷേത്ര പ്രദേശമായതിനാലാണ് യാത്രാമധ്യേ വിഗ്രഹം ഇവിടെ വീണതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നൂറ്റെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നാണ് പേരണ്ടൂർ ഭഗവതി ക്ഷേത്രം. എറണാകുളം ജില്ലയിൽ എളമക്കരയിലാണ് പേരണ്ടൂർ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് അതിപുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് പേരണ്ടൂർ ഭഗവതി ക്ഷേത്രം. കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു ഭഗവതി ക്ഷേത്രമാണ്. അതിനേക്കാൾ ഉപരി ഏതാണ്ട് 4000 ചില്ലുവാനം കുടുംബങ്ങളുടെ മൂലകുടുംബ ക്ഷേത്രമാണ് ഈ പേരണ്ടൂർ ഭഗവതി ക്ഷേത്രം. ഇത് പണ്ട് എടപ്പള്ളി രാജാവിൻ്റെ കീഴിലുള്ള എളങ്ങല്ലൂർ സ്വരൂപം എന്ന് പറയുന്ന ആ രാജവംശത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന അവരുടെ കയ്യിലിരുന്ന ഒരു ക്ഷേത്രമാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില പൂജകൾ വഴിപാടുകൾ നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു പൂജയും കാര്യങ്ങളുമാണ് 41 ദിവസം, വൃശ്ചിക മാസത്തിൽ 41 ദിവസം നീണ്ടു നിൽക്കുന്ന ബ്രാഹ്മണിപ്പാട്ടെന്ന് പറയുന്ന ഒരു വഴിപാടുണ്ട്. ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങാണത്. അപ്പോൾ ആ ബ്രാഹ്മണിപ്പാട്ടെന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആ ബ്രാഹ്മണി കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ബ്രാഹ്മണി അവരാണ് സ്ത്രീയാണ് ഇവിടെ വന്ന പാട്ട് പാടുകയും അതോടൊപ്പം തന്നെ അന്നത്തെ ദിവസം ഇവിടെ മേശാന്തി പൂജ നടത്തുകയും ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഉള്ളത്. പിന്നെ ഇവിടെ അടുത്ത നാളിൽ മകം തൊഴൽ എന്ന് പറഞ്ഞ ഒറ്റാനിക്കര പോലെ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി മകം തൊഴൽ എന്നുള്ള വഴിപാട് ഇവിടെ നടത്താറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉപദേവന്മാരായിട്ട് ഭാഗത്ത് തന്നെ നമുക്ക് കാണാം ഗണപതിയുണ്ട്, അത് ശിവൻ്റെ ഉണ്ട്, തൊട്ട് പുറകിലായിട്ട് നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠയുണ്ട്, അതുകൂടാതെ അതിന് അയ്യപ്പൻ്റെ പ്രതിഷ്ഠയുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്രയധികം മറ്റ് സാധാരണ ക്ഷേത്രങ്ങളിൽ ഇത്രയധികം നാഗപ്രതിഷ്ഠകളിരിക്കുന്ന ക്ഷേത്രം 140 മേലെ നാഗപ്രതിഷ്ഠകളാണ് നാഗത്തറയിലുള്ളത്. സാധാരണ ക്ഷേത്രത്തിൽ 1 2 ആയിരിക്കും. അത് എല്ലാം പല കുടുംബങ്ങളിൽ നിന്ന് പണ്ട് കാലങ്ങളിലേക്ക് ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന പ്രതിഷ്ഠകളൊക്കെയാണ്. പേരണ്ടൂരമ്മയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഏതൊരു ഭക്തയ്ക്ക് ആയാലും ശരി, വിശ്വാസിക്ക് അമ്മ എല്ലാവരുടെയും അമ്മയാണ്. പേരണ്ടൂരമ്മയുടെ ഓരോ ദർശനത്തിൽ നിന്നും വളരെ വളരെ വിശിഷ്ടമായ ദിവ്യാനുഭവങ്ങളാണ് ഉണ്ടാകാറുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഭക്തജനങ്ങൾ അമ്മയെ ആരാധിക്കുന്നതും നിത്യേന ഇവിടെ വന്ന് തൊഴുന്നതുമില്ല. എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഞങ്ങളിവിടെ വന്ന കാലത്ത് ഞാൻ നിത്യേന 5 മണിക്ക് രാവിലെ
നിർമ്മാല്യം തൊഴാൻ വരുമായിരുന്നു. അത് കഴിഞ്ഞൊക്കെ തൊഴുതിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന നമുക്കുള്ള ഒരു അനുഭൂതി അത് അവർണ്ണനീയമായ ഒരു ഫീലിംഗാണ്. ഈ അവസരത്തിൽ ഒരു വിശിഷ്ട വ്യക്തിത്വത്തിനെ കൂടെ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ രാധാകൃഷ്ണൻ ചേട്ടൻ. അദ്ദേഹം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഒരു വിഷയത്തെ മാത്രം അധികരിച്ച് പറയുകയാണ്, രാമായണ പാരായണത്തിൽ അദ്ദേഹം ഒരു സ്പെഷ്യലിസ്റ്റ് തന്നെയാണ്. ഞാൻ എല്ലാ മാസവും 1-ാം തീയതി ഈ പേരണ്ടൂർ 1-ാം തീയതി തൊട്ട് സമ്പൂർണ്ണം വായിക്കും. ഇത് 5 ദിവസം 6 ദിവസം കൊണ്ട് തീർക്കും. പിന്നെ കർക്കിടക മാസം എസ്പെഷ്യലി 31 ദിവസവും രാവിലെയും വൈകിട്ടും ഇവിടെ വായിക്കാറുണ്ട്. ഞാനും കുറേ ആൾക്കാരുണ്ട്, നമ്മൾ കൂടുതൽ വായനക്കാർ വായിക്കാറുണ്ട്. ഇത് മൂലകുടുംബ ക്ഷേത്രമായതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. എൻ്റെ നാട് കുട്ടനാടാണെങ്കിൽ പോലും അവിടെ നിന്നുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് മൂലകുടുംബം അനുസരിച്ച്. അപ്പോൾ ഈ ക്ഷേത്രം പവിത്രമായ ഒരു സന്നിധിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ഈ സബരിയ അനന്തരം തുടരുന്നു. എല്ലാ നമസ്കാരം. ഭഗവതിയുടെ ജന്മനാളായിട്ടുള്ള തൃക്കാർത്തികയാണ് ഇവിടെ ഏറ്റവും വലിയ ഉത്സവം. തൃക്കാർത്തിക മഹോത്സവം വളരെ ഗംഭീരമായിട്ടാണ് ഇവിടെ ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ മാസവും കാർത്തിക ദിവസം ഇവിടെ അന്നദാനവും നടക്കാറുണ്ട്. നിരവധി പേരാണ് ദേവിയുടെ പ്രസാദം കഴിക്കാനായിട്ട് ഇവിടെ വരാറുള്ളത്.